2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്താലോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു കണ്ണിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ഈ ചിത്രം തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെയും ബിയുടെയും പേര് എഴുതാനാണ്. അപ്പൊ എ എന്ന് ലേബിൾ ചെയ്യുന്ന ഭാഗം ഏതാണ്? അതാണ് നമ്മുടെ സീലറി മസിൽസ് അല്ലെങ്കിൽ സീലറി പേശികൾ എന്ന് പറയുന്ന ഭാഗം. അതുപോലെ ബി എന്ന് ലേബിൾ ചെയ്യുന്ന ഭാഗം ഏതാണ്? അതാണ് നമ്മുടെ അന്ധബിന്ദു അല്ലെങ്കിൽ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന പാർട്ട് അല്ലേ കണ്ണിന്റെ. അപ്പോൾ നമ്മൾ എ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഡസ് പാർട്ട് എ റെഗുലേറ്റ് ദ കർവേച്ചർ ഓഫ് ദ ലെങ്സ് വെൻ ലുക്കിംഗ് അറ്റ് എ നിയർ ബൈ ഒബ്ജക്ട്? അതായത് അടുത്തുള്ള ഒരു വസ്തുവിനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പാർട്ട് എ ഏതാണെന്ന് മിസ് പറഞ്ഞേ? സീലറി മസിൽസ് അല്ലെങ്കിൽ സീലറി പേശികളാണെന്ന് പറഞ്ഞല്ലേ? ഈ സീലറി പേശികളെ എങ്ങനെയാണ് നമ്മുടെ കണ്ണിന്റെ ലെങ്സിന്റെ കർവേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ അടുത്തുള്ള ഒരു വസ്തുവിനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന സീലറി പേശികൾ അല്ലെങ്കിൽ സീലറി മസിൽസ് എന്ത് ചെയ്യും? അവ കോൺട്രാക്ട് ചെയ്യും. അതായത് അവ എന്ത് ചെയ്യും? സംഗമിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ എന്തുണ്ട്? ലിഗമെന്റ്സ് ഉണ്ടല്ലേ? ഈ ലിഗമെന്റ്സ് എന്ത് ചെയ്യും? ആ സമയത്ത് ഈ സീലറി മസിൽസ് കോൺട്രാക്ട് ആവുമ്പോൾ ലിഗമെന്റ്സ് എന്ത് ചെയ്യും? ലൂസ് ആകും. അതായത് അവ എന്ത് ചെയ്യും? അഴയുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ലെങ്സ്, അതായത് നമ്മുടെ ലെങ്സ് എന്ത് ചെയ്യും? ലെങ്സിന്റെ കർവേച്ചർ ആ സമയത്ത് എന്ത് ചെയ്യും? വികസിക്കും. ഇങ്ങനെയാണ് നമുക്ക് അടുത്തുള്ള ഒരു വസ്തുവിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ അത്രയുള്ള ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.